ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിക്ക് വേണ്ടി മീര റൂമിലേക്ക് എത്തിയെങ്കിലും ചന്ദ്രമതി വന്നത് കയ്യോടെ പിടികൂടി. അങ്ങനെ രണ്ടുപേരുടെയും കള്ളക്കളിയും പൊളിഞ്ഞു. നമ്മുടെ മീരയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ചന്ദ്രമതി. അത് കഴിഞ്ഞപ്പം നീ എന്ത് പണി കാണിക്കുന്നത്? നിന്റെ വിവാഹം നടക്കാൻ പോകുക, ആ സമയത്ത് നീ ഒരു പെണ്ണും കൂടിയും മുറിയിൽ തനിച്ചു നിൽക്കുന്നത് ശരിയാണോ എന്ന് ചന്ദ്രമതി വന്ന് ചോദിക്കുകയാണ് നമ്മുടെ മകനോട്. കാണുന്നവരെന്ത് വിചാരിക്കുമെന്ന്. അപ്പം അമ്മ, ഞാൻ പറഞ്ഞില്ലേ, ശ്രുതി പറഞ്ഞു വിട്ടത് അവളെ എന്നെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട്. ശ്രുതിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്നാ പറഞ്ഞെന്ന് പറയുമ്പം അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് ചന്ദ്രമതി പറയണു. നീ പെട്ടെന്ന് റെഡി ആവാൻ നോക്കാൻ പറഞ്ഞ് അമ്മ മകനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. മകൻ അന്നേരം ആലോചിക്കുക, എന്നാലും എന്തായിരിക്കും ശ്രുതിക്ക് എന്നോട് പറയാനുള്ളതെന്ന്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയും അനുജത്തിയും അതുപോലെ ശ്രീയും കൂടെ അവിടെ ഇരിക്കുക. അപ്പം മാല കെട്ടി തീർന്നു, വേഗം കൊണ്ട് ചെല്ല്, സമയമായി എന്ന് പറഞ്ഞു. സാരല്ല ആൻറ്റി, ഞാൻ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. വെറുതെ ഇരിക്കണ്ട, എങ്ങനെയാ മാല കെട്ടുന്നതെന്ന് നോക്കിക്കോളാനൊക്കെ പറഞ്ഞ് ദേവു പറയാം. എന്തായാലും ഇനി ഒളിച്ചോടാനുള്ള പൂവൊക്കെ ഞങ്ങളോട് പറയണം കേട്ടോ, ഞങ്ങൾ തരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു പറയുമ്പോൾ ഇവള് നന്നായിട്ട് പൂമാല കിട്ടുന്നുണ്ടല്ലേ, ഭാര്യയ്ക്ക് ചൂടാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ ഇങ്ങനെ പറയുമ്പോൾ അതിന് നീ ഇങ്ങോട്ട് വരണമെന്നൊന്നും ഇല്ല, പൂ കിട്ടുന്ന സ്പെഷ്യലിസ്റ്റ് നിന്റെ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ചേച്ചി എന്നെക്കാളും നന്നായി പൂ കെട്ടുമെന്ന് പറഞ്ഞപ്പം അത് ഞാൻ കണ്ടതല്ലേ, എന്തൊരു സ്പീഡ് ഏട്ടത്തിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഇങ്ങനെ എന്നിട്ട് അവിടെ ഇരുന്ന് പറയണു. പൂകെട്ടൽ മാത്രമല്ല, ഏട്ടത്തി നന്നായിട്ട് പാചകം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ പാചകത്തിൽ നിന്റെ അത്രയും വരില്ല, നീയല്ലേ അതിൽ എക്സ്പേർട്ട് എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം ദേവു പറയാം, ഒരു ദിവസം നീയും കൂടി വാ, നിന്നെ പാചകം ഞാൻ പഠിപ്പിക്കാമെന്ന് നമ്മുടെ ശ്രീയും പറഞ്ഞു. കല്യാണം കഴിഞ്ഞാലേ നിന്റെ ഹസ്ബൻഡിന് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാലോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് നീ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു. അങ്ങനെ ഇവർ ചിരിയും കളിയും വർത്തമാനവും ഒക്കെ ആയിട്ടിരിക്കാം. അപ്പൊ നിങ്ങൾ മാല കെട്ടി വയ്ക്കുക, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇനി അങ്ങ് നമ്മുടെ ശ്രീ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ, എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനെ എന്തിനാ ശ്രീയോട് ഒരുപാട് സംസാരിക്കുന്നത്? ചന്ദ്രമതി എങ്ങാനും കണ്ട അത് മതി, വഴക്ക് പിന്നെ രേവതി മോൾക്കായിരിക്കും കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പറയുമ്പോൾ ഒന്ന് ചുമ്മാ ഇരിക്കാം അമ്മേ, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പേടിച്ചാൽ എങ്ങനെയാന്ന് ദേവു. ആ സമയത്ത് അച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മാല കെട്ടുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ മാല ഇവള് കെട്ടിക്കോളൂ, നീ ഇങ്ങോട്ട് വാ ലക്ഷ്മി എന്നും പറഞ്ഞ് അമ്മ ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് പോണു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അങ്ങ് പോയി. ഈ സമയത്ത് ദേവു അവിടെ ഇരുന്ന് മാല കെട്ടുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി അവിടെ മണ്ഡപത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമോ, തിരുമേനി പറഞ്ഞ അനുസരിച്ച് തിരി കത്തിക്കുന്നു, ഓരോന്നൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ മഹാറാണിയായ ചന്ദ്രമതിക്ക്. പറന്നങ്ങ് വന്നു ഇല്ലേ, നീ എന്തിനാ നീ ഈ വിളക്ക് കത്തിക്കുന്നതെന്ന് ചോദിച്ചു. ആരാ നിന്നോട് ഈ കത്തിക്കാൻ പറഞ്ഞത്? നീ എന്നാ കുടുംബത്ത് വന്ന് കയറിയോ, നിന്റെ കാല് എന്ന് വെച്ചോ അന്ന് തൊട്ട് പ്രശ്നങ്ങളാ. നിന്റെ കൈകൊണ്ടേ ആ തിരി കൊളുത്തി കഴിഞ്ഞാലേ ഈ വിവാഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നീയായിട്ട് തിരി കത്തിക്കാനൊന്നും നിൽക്കേണ്ട. നീ വിളക്ക് വെച്ചാലേ ആ സന്തോഷം കെട്ടുപോകും, നല്ലൊരു ജീവിതം എൻ്റെ മോൻ ഉണ്ടാവാനും പോകുന്നില്ലെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ പറയാം. നീ വിളക്ക് കത്തിച്ച് എങ്ങനെ വിളങ്ങുവടി, നീയോ ഒരു ദരിദ്രം പിടിച്ചവള് പിന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ ഇങ്ങനെ മാനസികമായിട്ട് വേദനിപ്പിക്കുമ്പോൾ, ചന്ദ്രേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഭാമ ചോദിച്ചു. ഭാമേ, നിനക്ക് ഇവളുടെ രാശിയെ പറ്റി ഒന്നും അറിയില്ല. ഇവള് വിളക്ക് കത്തിക്കുന്നതും മൂദേവിയെ വീട്ടിൽ പ്രതിഷ്ഠിക്കുന്നതും ഒരുപോലെയാ. ഇവള് വിളക്ക് വെച്ചാലേ വിവാഹം മംഗളമായി നടക്കില്ല, ചിലപ്പോൾ അത് മുടങ്ങിപ്പോയേക്കാം. അത്രയ്ക്ക് രാശി കെട്ടവളാ ഇവളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നു ചന്ദ്രമതി. ഇതൊക്കെ കേട്ട് ഭാമയ്ക്ക് വരെ സങ്കടം വന്നു. നിന്നോട് ആരും ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞിട്ടാ ഞാൻ വിളക്ക് കത്തിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയോട് പറഞ്ഞു രേവതി. അവർ പറഞ്ഞെന്ന് കരുതി നീ അത് ചെയ്യണോന്ന് ചോദിച്ചു. അവരുടെ സംസാരം കേട്ടാൽ തോന്നും നീ ഈ ക്ഷേത്രത്തിൽ പിറന്ന ദൈവപുത്രിയാണെന്ന്. നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട, നീ ആർക്ക് വേണമെങ്കിലും വിളക്ക് കൊളുത്തിക്കോ, പക്ഷെ എൻ്റെ മോൻ്റെ കല്യാണത്തിന് നീ വിളക്ക് കൊളുത്തണ്ടാന്ന് പറഞ്ഞു. എന്താ നീ ഇവിടെ ചെയ്യുന്നതിനൊക്കെ നിനക്ക് അവർ ശമ്പളം തരുമോ? അതാണോ നീ ഇങ്ങനെ കെട്ടിക്കയറി ഓരോന്ന് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ചെയ്യുന്ന ഒരു ജോലിക്കും ഈ അമ്പലത്തിൽ നിന്ന് ശമ്പളം വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞു. നീ ഒരുക്കം നടത്തി കല്യാണം കഴിച്ചവരുടെയൊക്കെ അവസ്ഥ ഇപ്പോഴെന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നീ എൻ്റെ മോൻ്റെ ജീവിതം കെടുത്താൻ നിൽക്കണ്ട, നീ നിന്റെ പാട് നോക്കി പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. വന്നവർക്ക് ചായയും കാപ്പിയും കൊടുക്കും, നിന്നെ കൊണ്ട് അതിനെ കൊള്ളുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അവിടുന്ന് പറഞ്ഞു വിട്ടു. രേവതി കരഞ്ഞുകൊണ്ട് പോയപ്പം എന്തു പറ്റി, എന്താ കാര്യം ചോദിച്ചു വന്നു. അപ്പൊ അവൾക്ക് ചെയ്യാനേ വേറെ ജോലിയുണ്ട് എന്ന് തിരുമേനിയോട് ചന്ദ്രമതി പറയുന്നു. എന്നിട്ട് ചന്ദ്രമതി കയറി ഇരുന്ന് വിളക്കിന് തിരി കൊളുത്താനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ചന്ദ്രമതി തന്നെ വിളക്ക് കൊളുത്തി. ഇതൊക്കെ കണ്ടിട്ട് തിരുമേനിക്ക് പോലും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ചന്ദ്രമതി തീപ്പെട്ടി വരയ്ക്കും കെട്ടുപോകും, തീപ്പെട്ടി വരയ്ക്കും തീ കെട്ടുപോകും. അപ്പത്തേനും തിരുമേനി ഇവരെ ഇങ്ങനെയൊന്ന് നോക്കി. എന്തായാലും ചന്ദ്രമതിയുടെ ഐശ്വര്യം പറഞ്ഞ കൈകൊണ്ട് കത്തിച്ചിട്ട് ആ വിളക്കിട്ട് കത്തിക്കാനും പോയില്ല, കത്തൊന്നുമില്ല. അപ്പോൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ആ തിരുമേനി ചോദിച്ചപ്പം നന്നായി കാറ്റടിക്കുന്നുണ്ട്, അതാ കെട്ടുപോയത്. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചപ്പം എന്നും പറഞ്ഞുകൊണ്ട് തിരുമേനി ഇത് ഞാൻ നോക്കിക്കോളാം, തിരുമേനിയുടെ ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വേഗം വേണം, ഇന്നത്തേക്കാണെന്ന് തിരുമേനി നമ്മുടെ ചന്ദ്രമതിയോട് പറയണം. പക്ഷെ ചന്ദ്രമതി ഇങ്ങനെ കത്തിച്ചിട്ടും
തീ ഇങ്ങനെ വരുന്നില്ല, ഇതെല്ലാം ഓഫായി അതായത് ഇത് കെട്ട് പോകും കേട്ടോ. അപ്പൊ അങ്ങനെ ആകെ ഇതായിട്ട് മൊത്തത്തിലൊരു അപലക്ഷണം പോലെ തന്നെ ഞാൻ മണ്ഡപത്തിൽ കാണിക്കുന്നു. ഈ സമയത്ത് ഇതെല്ലാം കണ്ട് ഭാമ ചിരിച്ചുകൊണ്ട് നിൽക്കുക, കൊടുത്താൽ കൊല്ലത്തും കിട്ടുവേ എന്നുള്ളൊരിതിൽ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ നവീൻ വഴിയിൽ വെയിറ്റ് ചെയ്യുന്നു. കാറ് വന്നു, നവീൻ വണ്ടിയിൽ കയറുന്നു, പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അവൾ എൻ്റെ കൈ തന്നെ വീഴും, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോണിൽ ആരോടോ വിളിച്ച് ഓരോന്ന് പറയാ. കഷ്ടകാലത്തിന് നമ്മുടെ ആശാൻ ചെന്ന് കയറിയത് ആരുടെ വണ്ടിയില? സച്ചിയുടെ വണ്ടിയിൽ. അപ്പൊ ഇങ്ങനെ അവൾ എൻ്റെ കൈ തന്നെ വന്നു വീഴും, നീ നോക്കിക്കോ. അപ്പൊ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാനാണ് ഇവൻ പോകുന്നത് എന്നുള്ളത് സച്ചിക്ക് വ്യക്തമായി മനസ്സിലായി. സച്ചി എന്നിട്ട് ഇതിങ്ങനെ കേൾക്കുക. സച്ചി എന്നിട്ട് എന്ത് ചെയ്യുന്നു? സച്ചി എന്നിട്ട് വണ്ടി ഇങ്ങനെ ഇത് കേട്ടോണ്ട് ഓടിച്ചുകൊണ്ട് പോവല്ലേ. അപ്പോൾ ശ്രുതിയുടെ കള്ളക്കളികൾ പൊളിക്കാൻ ചെന്ന നവീൻ ചെന്ന് പെട്ടത് സച്ചിയുടെ കയ്യില്. എന്താ, സച്ചി ആരാ? പൊന്നുമോൻ. അപ്പൊ ഈ പെണ്ണ് ശ്രുതിയാണെന്നുള്ളത് സച്ചിക്ക് അറിയില്ല. ഏതോ ഒരു പെണ്ണിന്റെ ജീവിതം തുലയ്ക്കാൻ ഇവൻ പോണു. അതാണ് അവിടെ മൊത്തത്തിൽ വന്നത്. ഈ സമയത്താണെങ്കിൽ ശ്രുതി അവിടെ പേടിച്ച് വരച്ച് അങ്ങനെ ഇരിക്കാം. നീ എന്ത് പണി ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ശ്രുതി? അപ്പൊ നേരിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഫോൺ വിളിച്ചു പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങാം. എന്നിട്ട് സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ മീര വന്ന് പറഞ്ഞു, നിനക്കെന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. എന്താ അതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ, പെട്ടെന്ന് താലുകെട്ട് നടന്നാൽ മതിയായിരുന്നു അല്ലേ ശ്രുതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് ടെൻഷൻ കൂടി വരും. സമയം ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു. ശ്രുതിക്കും എൻ്റെ അവസ്ഥ തന്നെയാണോ എന്ന് ശ്രുതി ചോദിച്ചപ്പം അത് പിന്നെ ശ്രുതി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറയൂ ശ്രുതി. അത് പിന്നെ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുക. അപ്പം എൻ്റെ മനസ്സിൽ ശ്രുതി മാത്രമേ ഉള്ളൂ. താലികെട്ട് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനെത്രയോ മുൻപ് എൻ്റെ പുരുഷനായിട്ട് ഞാൻ ശ്രുതിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെക്കുറിച്ചുള്ളതെല്ലാം എനിക്ക് ശ്രുതിയോട് തുറന്നു പറയണമെന്ന് തോന്നി എന്ന് ശ്രുതി പറയുക. ശ്രുതിയെ ചതിക്കാൻ പറ്റില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ശ്രുതി മനസ്സ് തുറക്കുന്നു. ശ്രുതി എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപേ എന്നെക്കുറിച്ചുള്ള സത്യം ശ്രുതി അറിഞ്ഞിരിക്കണമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുവാണേ. ശ്രുതി എന്നിട്ട് കല്യാണം കഴിഞ്ഞതും ഒരു കുട്ടി ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം പറയാം. അപ്പോൾ ഇതെല്ലാം കേട്ട് അച്ഛനില്ല, ശ്രുതിയെ കാണുന്നത് വരെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ശ്രുതിയെ കണ്ടപ്പോൾ ശ്രുതിയെ എനിക്ക് വേണമെന്ന് തോന്നി. ആ ഒരു ഇതിലാണ് ഇങ്ങനെ ഞാൻ പറയാൻ ബാധ്യത ആയത്. ശ്രുതിയുടെ കൂടെ ജീവിക്കണം എനിക്ക്, അതാ എൻ്റെ ആഗ്രഹം. ഇതൊക്കെ പറയാം നമ്മുടെ ശ്രുതി. എന്നാൽ ഇന്നത് നടക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ശ്രുതിയാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എല്ലാ കാര്യങ്ങളും ഏറ്റു പറയുന്നു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഹലോ എന്ന് വെച്ചുകൊണ്ടിരിക്കുക, അനക്കമൊന്നുമില്ല. ഈ സമയത്ത് നമ്മുടെ ശ്രുതി തകർന്നു. അവൻ ഇതെല്ലാം കേട്ട് നിന്നെ വിശ്വസിക്കുമെന്നും അല്ലെങ്കിൽ നിന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ച നീയാണ് തെറ്റുകാരി, അല്ലെങ്കിൽ നിനക്കാണ് തെറ്റിപ്പോയതെന്ന് നേരം മീര പറയാം. അപ്പോൾ ഇനി എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ ശ്രുതിയോട് എന്നെക്കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ഇനി ശ്രുതി എന്ത് തീരുമാനം എടുത്താലും ഞാൻ അത് ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഈ സമയത്ത് നവീൻ ഈ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പറയടി പൊന്നുമോളെ ഞാനങ്ങോട്ട് വരും കേട്ടോടി എന്നൊക്കെ പറഞ്ഞു. വേഗം വണ്ടി എടുക്കടോ, എനിക്ക് പെട്ടെന്ന് അവിടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നവീൻ നമ്മുടെ സച്ചിയോട് പറയാം. സച്ചി ആണെങ്കിലോ പിന്നെ എന്നുള്ള മട്ടിൽ ഇങ്ങനെ. ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. രേവതിക്ക് ആകെ സങ്കടമായി. അപ്പോൾ രേവതി പിന്നെയും തിരുമേനിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനോട് വേഗം വരാൻ പറയാൻ പറഞ്ഞു. അച്ഛൻ വന്നു. അപ്പം അച്ഛൻ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയോട് അടുത്ത ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. രേവതി പെണ്ണിനെയും ചെറുക്കനെയും വിളിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് അവൻ്റെ അരികിലേക്ക് പോകാം, എന്താണ് അവൻ്റെ തീരുമാനം എന്നറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ നമ്മുടെ മീര. അപ്പം ഞാൻ വിളിച്ചു നോക്കി, ശ്രുതിയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്നും പറഞ്ഞു. അപ്പം അവൻ്റെ തീരുമാനം എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ എന്ന് മീര ശ്രുതിയോട് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രുതി ഇവിടെ വന്ന് സംസാരിക്കുമായിരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയം തോന്നുന്നത് ഇപ്പോഴാണെന്നും ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നും മീര ശ്രുതിയോട് പറയുന്നു. ഈ സമയത്ത് ആരോ വന്ന് വാതിൽ കൊട്ടുതു. അപ്പൊ ആരാ എന്ന് ചോദിച്ചപ്പോ ഞാനാ, മുഹൂർത്തത്തിന് സമയമായില്ലേ, വേഗം വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ ശ്രുതി ഒരുങ്ങി വന്നോ എന്ന് ചോദിച്ചപ്പോ ഇല്ല വന്നിട്ടില്ല, വേഗം വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ശ്രുതിയോട് പറയണം. ഞാൻ വന്നേക്കാം എന്ന് ശ്രുതി പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു രേവതി അങ്ങ് പോയി. ശ്രുതിക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല, ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഇതിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നെ അവിടെ മണ്ഡപവും കാര്യങ്ങളും ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തിരുമേനി ഓരോന്നൊക്കെ ചെയ്യുന്നു. പിന്നെ നമ്മുടെ രേവതിയെ എല്ലാത്തിനും അദ്ദേഹം ഇങ്ങനെ കൂടെ തന്നെ നിർത്തുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല. അപ്പോൾ എല്ലാത്തിനും രേവതിയെ വിളിക്കുന്നത് കണ്ടിട്ട് കുശുമ്പ്.
ഓ പിന്നെ നമ്പർ 1 ബ്രാൻഡല്ലേ, നീ നോക്കിക്കേ, അവർ കെട്ടുന്ന പൂമാല വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുക ആ മാലയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ഇതിനേക്കാളും നല്ല മാലയൊക്കെ കിട്ടും, അതൊക്കെ ആ ഒരു ഇതിനങ്ങ് കൊടുത്താൽ മതിയായിരുന്നു, പക്ഷെ പെട്ടെന്നായതുകൊണ്ട് ഈ അലവലാദികളെ സഹായത്തിന് വിളിക്കേണ്ടി വന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ചന്ദ്രമതി ഇങ്ങനെ പറയും കേട്ടോ. ഇങ്ങനെ കുശുമ്പും മുന്നായ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുമ്പോൾ ദേ നമ്മുടെ ശ്രീയും അതുപോലെ രേവതിയുടെ അനുജത്തി ദേവും കൂടിയാണ് മാലയും കൊണ്ട് വരുന്നത്. ചന്ദ്രമതി നോക്കുമ്പോൾ എന്താ കഴുത്തിൽ മാല ഇട്ടുകൊണ്ട് വരുന്നത്. ഇതിനിടയിൽ എപ്പോഴും ഇവന് ഈ അവിവേകം കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ വലിയവായാലും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക. എല്ലാവരും ഇങ്ങനെ നോക്കുന്നു കേട്ടോ. ഒരുത്തി പൂക്കാരി കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുവന്നതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. ദേ ഇവനും ആ പണി കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാനിനി എന്ത് വേണം, നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ചന്ദ്രമതി കരയുന്നു. ഈ സമയത്ത് ശ്രീയും ദേവൂട്ടിയും കൂടെ ആ പൂമാലയും കൊണ്ട് വരുക. നിനക്കിത് എന്താ പറ്റിയതെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടും. അന്നേരം അവരെ ഭാമ അന്നേരം ചന്ദ്ര എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. നോക്കുമ്പോൾ എന്താ രണ്ടുപേരും ഇവർക്കുള്ള പൂമാലയും പിടിച്ചോണ്ട് വരുമായിരുന്നു. ആശാത്തി നോക്കിയപ്പോൾ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് വരുന്നത് ആണ് പുള്ളിക്കാരി കണ്ടത്. ഓ നീ എന്തിനാണ് ഇത് പൊക്കിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചപ്പം അമ്മ ഇത് സാധാ മാലയല്ലമ്മേ, നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പൂമാലയ്ക്ക് വെയിറ്റോ, നമ്പർ ഇറക്കല്ലേ എന്നോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മക്കളെ ഇത് മണ്ഡപത്തിലേക്ക് വെക്കാൻ പറഞ്ഞ് കൊടുക്കുമ്പോൾ വേണ്ട ഞാൻ കൊണ്ടുവന്ന് വെച്ചോളാം, നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചന്ദ്രമതി അത് മേടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം. ചന്ദ്രമതി എന്നിട്ട് ശ്രീയുടെയും ദേവുവിൻ്റെ ഇടയിലേക്കൊക്കെ ചെന്ന് കയറി അവരെ ഉന്തിത്തള്ളി മാറ്റുന്നു. അപ്പൊ അമ്മ എന്തൊക്കെ ഈ കാണിക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് കാണിക്കുന്നത്, നീയൊക്കെയല്ലേ കാണിക്കുന്നത്, എന്താ ഇത്ര സംസാരിക്കാനുള്ളൂ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുവാണേ. പോ നിന്റെ ഏട്ടനെ കൂട്ടിക്കൊണ്ടു വാ, ചെല്ലേ പോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീയെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ ചന്ദ്രയെന്ന് ഭാമ ചോദിക്കാം. 3 ആമ്പിള്ളേരെ പ്രസവിച്ചിട്ടും എനിക്ക് മനസ്സമാധാനം ഇല്ല. സാധാരണ പെമ്മക്കളുള്ള തള്ളന്മാർക്കാണ് സമാധാനക്കേട്. അവളൊക്കെ വന്ന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ മക്കളെ വശീകരിക്കാം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് എൻ്റെ മോൻ്റെ വിവാഹം എനിക്ക് നടത്തണം, അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആകെ ഉള്ളൂ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്നാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി.